കേറി വാട മക്കളെ, എല്ലാവർക്കും എൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. പുലർച്ചെ ഞാൻ എൻ്റെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. കൊച്ചിയിൽ നിന്നാണ് എൻ്റെ യാത്ര. ലക്ഷ്യസ്ഥാനം ധനുഷ്കോടിയാണ്. ഏകദേശം 437 കിലോമീറ്റർ ഉണ്ട് ഇവിടെ നിന്ന് ധനുഷ്കോടിയിലേക്ക്. ഏകദേശം 10 മണിക്കൂറിനടുത്ത് യാത്ര ഇവിടെ നിന്നുണ്ട്. മൂന്നാർ റൂട്ടാണ് നമ്മൾ ധനുഷ്കോടിയിലേക്ക് പോകുന്നത്. രാജാക്കാട് വഴി മൂന്നാർ, മധുരൈ, രാമേശ്വരം, ധനുഷ്കോടി ഈ റൂട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഹായ് മച്ചാമാരെ, തപ്പിളത്ത് ഒരു ഒരുപാട് പ്ലാൻ ചെയ്തേക്ക് കുറേ നാളുകൾക്ക് ശേഷം ഒരു 36 hours ഡ്രൈവാണ്. അപ്പോൾ 4 ദിവസമായിട്ട് സ്പ്ലിറ്റ് ചെയ്താണ് നമ്മൾ ആ ഡ്രൈവ് പോകുന്നത്. കൊച്ചിയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ കൊച്ചിയിൽ നേരെ രാമേശ്വരത്തേക്കൊന്ന് ധനുഷ്കോടി, അവിടെ ഒരു ദിവസം സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ വേളാങ്കണ്ണിയിൽ നമ്മൾ നേരെ ബാംഗ്ലൂർ, അവിടെ നിന്ന് ഹബ്ബി. അങ്ങനെയാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്നത്. നമ്മൾ ഈ ട്രിപ്പിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഈ വീഡിയോയിൽ പറയും. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. രാജാക്കാട് മധുര റൂട്ടാണ് ഞങ്ങളുടെ യാത്ര. രാവിലെ ഇറങ്ങിയത് കൊണ്ട് പ്രഭാത ഭക്ഷണം കഴിക്കാൻ ഞാൻ ഒരു വെജ് ഹോട്ടലിൽ നിർത്തുകയുണ്ടായി. അവിടെ നിന്ന് പ്രഭാത ഭക്ഷണവും കഴിച്ച് ഞാൻ എൻ്റെ യാത്ര തുടർന്നു. ഏകദേശം ഉച്ചയോടെ ഞാൻ രാമേശ്വരം എത്തിച്ചേർന്നു. APJ അബ്ദുൽ കലാമിൻ്റെ മെമ്മോറിയലും അദ്ദേഹത്തിൻ്റെ വീടും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. പാമ്പൻ ബ്രിഡ്ജിലൂടെയാണ് എൻ്റെ യാത്ര. പണ്ട് ഇന്ത്യ ശ്രീലങ്ക യാത്ര ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന പാലമായിരുന്നു ഇത്. രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റിംഗ് കടൽപ്പാലം എന്ന ഒരു പ്രത്യേകതയും കൂടി ഈ പാമ്പൻ പാലത്തിനുണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് തമിഴ്നാട്ടിലെ തന്നെ റൂം സ്റ്റേ ആയ ആലയം എന്ന ഹോട്ടലിലേക്കാണ്. ഇവിടെ നല്ല പാർക്കിംഗ് സൗകര്യങ്ങൾ ഇവരിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മേക്ക് മൈ ട്രിപ്പ് വഴിയാണ് ഞാൻ ഇവിടെ ബുക്ക് ചെയ്തത്. 1200 രൂപയാണ് ഇവർ ഒരു റൂമിന് ഇവിടെ ചാർജ് ചെയ്യുന്നത്. ഇവർക്ക് ഡിലക്സും നോർമൽ റൂമുകളും അവൈലബിൾ ആണ്. ഈ പാക്കേജിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ്. അത്യാവശ്യം നല്ല റൂമാണ് ഇവർ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. യാത്ര ചെയ്ത് ടയേർഡായതിനാൽ ഞാൻ റെസ്റ്റ് ചെയ്യാൻ പോയി. രാവിലെയോടെ ഞാൻ എൻ്റെ ട്രിപ്പ് ആരംഭിച്ചു. പ്രഭാത ഭക്ഷണം കഴിച്ച് സ്റ്റാർട്ട് ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. ഇവരുടെ തന്നെ റെസ്റ്റോറൻറ്റിലാണ് നമുക്ക് ഫുഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് അവരുടെ റെസ്റ്റോറൻറ്റ്. അത്യാവശ്യം നല്ല ഫുഡാണ് ഇവർ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇഡ്ഡലിയും സാമ്പാറും ചട്നിയും കേസരിയും ഉപ്മാവും ഒരു ഉഴുന്നുവടയും ഇവരിവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രഭാത ഭക്ഷണം കഴിച്ച് ഞാൻ എൻ്റെ യാത്ര തുടർന്നു. ഇന്നത്തെ ലക്ഷ്യം ധനുഷ്കോടിയാണ്. ഇതാണ് രാമേശ്വരം ധനുഷ്കോടി റൂട്ട്. ഈ കാണുന്നതാണ് ഇവിടുത്തെ ചെക്ക് പോസ്റ്റ്. രാമേശ്വരവും ധനുഷ്കോടിയും നമുക്ക് ലൈഫിലെ ഒരു പുതിയൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. ഇവിടെയാണ് പ്രശസ്തമായ വിഭീഷണ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. രാവണ വധത്തിന് ശേഷം ശ്രീരാമൻ വിഭീഷണൻ്റെ പട്ടാഭിഷേകം നടത്തി എന്ന് വിശ്വസിക്കുന്നത് ഇവിടെയാണ്. ലെഫ്റ്റിലോട്ടാണ് ഈ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ തന്നെ നമുക്ക്
ഫ്ലോട്ടിംഗ് സ്റ്റോണും കാണാൻ സാധിക്കും. ശ്രീരാമൻ്റെ നാമം പറഞ്ഞ് എറിയുന്ന കല്ലുകൾ ഇവിടെ കടലിൽ പൊങ്ങിക്കിടക്കും എന്നാണ് ഐതിഹ്യം. അവിടെ നിന്ന് ഫ്ലോട്ടിംഗ് സ്റ്റോണും കണ്ട് ഞാൻ എൻ്റെ യാത്ര തുടർന്നു. ഇവിടെ തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഷോപ്പ് എക്കോ ഷോപ്പ് ഇവിടെ സ്ഥിതി ചെയ്യുന്നു. ഇവിടെ തന്നെ നമുക്ക് ചെറിയൊരു ഷോപ്പിങ്ങും ഇവരിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. നിരവധി ആളുകളും ടൂറിസ്റ്റുകളും ഇവിടെയുണ്ട്. ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ സ്ഥലങ്ങളും ഫ്രെയിമുകളുമാണ് ധനുഷ്കോടി മൊത്തം എനിക്ക് കാണാൻ കഴിഞ്ഞത്. അത്യാവശ്യം ഫോട്ടോകളും എടുത്ത് കുറച്ച് വീഡിയോയും എടുത്ത് ഞാൻ ഇവിടെ നിന്ന് എൻ്റെ യാത്ര തുടർന്നു. നമ്മൾ ഇവിടെ നിന്ന് പോകുന്നത് ധനുഷ്കോടിയുടെ എൻഡിലേക്കാണ്. പോകുന്ന വഴിക്ക് നമുക്ക് നിരവധി കാഴ്ചകൾ കാണാം. ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ യൂസ് ചെയ്ത കപ്പലുകളുടെ അവശിഷ്ടങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഇന്ത്യയുടെ എൻഡ് ലാൻഡ് എന്നറിയപ്പെടുന്ന ധനുഷ്കോടിയുടെ എൻഡിലേക്കാണ് നമ്മളിപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത്. ഇരുട്ടും മുമ്പ് വേളാങ്കണ്ണി എത്തിച്ചേരേണ്ടതിനാൽ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് ഞാൻ അവിടെ നിന്ന് യാത്ര തിരിച്ചു. ബ്രിട്ടീഷുകാരുടെ കാലം മുതലുള്ള ചർച്ചാണിത്. ഏകദേശം 100 കൊല്ലം മേലെ പഴക്കം ഇതിന് അവകാശപ്പെടുന്നുണ്ട്. APJ അബ്ദുൽ കലാമിൻ്റെ മെമ്മോറിയലും അദ്ദേഹം താമസിച്ചിരുന്ന വീടും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. പോവാൻ ധൃതിയുള്ളത് കൊണ്ട് തന്നെ ഞാൻ അധികം അവിടെ നിന്നില്ല. അവിടെ നിന്ന് രാമേശ്വരത്തിനും ധനുഷ്കോടിക്കും യാത്ര പറഞ്ഞ് ഞാൻ എൻ്റെ യാത്ര തുടർന്നു. വേളാങ്കണ്ണി വിശേഷങ്ങളുമായി ഞാൻ അടുത്ത വ്ലോഗിൽ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.